അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി ത്വയ്യിബീന ത്വഹിരീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് 12ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. മയ്യത്ത് കഫൻ ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അതിൽ 3ാമത്തെ ക്ലാസ്സാണ്, അല്ലെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്ന്, മയ്യത്ത് കഫൻ ചെയ്താൽ ചുറ്റിപ്പൊതിഞ്ഞാൽ തുണിയിലോ, അതല്ലെങ്കിൽ തുണിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഷർട്ടോ, അതുപോലെ അരക്ക് താഴെ നമ്മൾ എടുക്കുന്ന ആ രൂപത്തിലുള്ള തുണിയാണെങ്കിൽ അങ്ങനെ 3 വസ്ത്രത്തിൽ, സ്ത്രീകളാണെങ്കിൽ സഹോദരിമാരാണെങ്കിൽ 5 വസ്ത്രത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പുരുഷന്മാർക്ക് തല മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും മുണ്ട് ചുറ്റുകയോ തൊപ്പി വെക്കുകയോ അതുപോലെ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. സഹോദരിമാരെന്തായാലും ഹിമാർ, മുഖമക്കന അണിയണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇനി അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ആദ്യത്തെ തുണി ചുറ്റി, 2ാമത്തെ തുണിയും ചുറ്റി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ 3 തുണിയിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം 5 തുണിയിൽ 5 വസ്ത്രത്തിൽ അവരെ ചുറ്റിപ്പൊതിഞ്ഞതിന് ശേഷം കാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഈ മയ്യത്തിൻ്റെ നടുഭാഗത്തും ഓരോ കെട്ടണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ കെട്ട് അയക്കേണ്ടത് ഖബറിൽ വെക്കുന്ന സമയത്താണ്. അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കെട്ടേണ്ടത് മയ്യത്ത് എടുത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് കഫൻ ചെയ്യുന്ന സമയം. ഇനി ഈ കഫൻ ചെയ്തതിന് ഏതെങ്കിലും ആളുകൾക്ക് കാണണമെങ്കിൽ അവർക്കത് മയ്യത്തിനെ കാണുന്നത് കൊണ്ടോ, അതുപോലെ തന്നെ മയ്യത്തിനെ അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ചുംബിക്കുന്നത് കൊണ്ടോ ഒരു വിരോധവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് ചുംബിച്ചിരുന്നു എന്നും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ചുംബിച്ചിരുന്നു ഒക്കെ മയ്യത്തിനെ ചുംബിക്കുന്നതിനും മയ്യത്ത് കാണുന്നതിനും ആ മയ്യത്തിനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നതിന് ഒരു വിരോധവും ഇല്ല എന്നാണ് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കാൻ കഴിയും. അത് കഫൻ ചെയ്തതിന് ശേഷമാണെങ്കിലും അതിനൊരു വിരോധവും ആ വിഷയത്തിൽ വന്നിട്ടില്ല. അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് ഇസ്ലാം എതിര് നിന്നിട്ടില്ല എന്നാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ബഹളം കൂട്ടി തിക്കും തിരക്കും കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ തന്നെ സഹോദരിമാരുടെ മയ്യത്താണെങ്കിൽ ജീവിതകാലത്ത് ആരാണോ അവരെ കാണുന്നത് അനുവദനീയമാക്കപ്പെട്ടത് അവർ മാത്രം ആ മയ്യത്തിനെ കാണുക എന്നുള്ളതാണ് ശരിയായ രീതി. കാരണം മരണപ്പെട്ട ആ മയ്യത്തിനുള്ള ആദരവാണത്. മരിക്കുന്നതിന് മുമ്പ് ലോകത്തുള്ള മുഴുവൻ ആണുങ്ങളും മരണ വീട്ടിൽ വരുമ്പോൾ അവർക്കൊക്കെയും തന്നെ കാണാൻ പറ്റുന്നൊരു സാഹചര്യം അവർ ജീവിതകാലത്ത് എന്തായാലും ഒരുക്കി കൊടുത്തിട്ടില്ലല്ലോ. ഒരു മുസ്ലിം സത്യവിശ്വാസിനെയും അങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. എല്ലാ പുരുഷന്മാരുടെ മുമ്പിലും എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്നു കൊടുക്കുക, അതുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കാണൽ അനുവദനീയമായ ആളുകൾക്ക് കാണാനുള്ളൊരു സൗകര്യം ചെയ്യുക. അതിനപ്പുറത്തേക്ക് എല്ലാവരും വരുന്നവർക്കൊക്കെ ഈ സഹോദരിമാരുടെ മയ്യത്ത് കാണാവുന്നൊരു സാഹചര്യം അത് വേണ്ട. അതൊരു മര്യാദക്കേടാണ് മയ്യത്തിനോട് കാണിക്കണം എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മയ്യത്തിൻ്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടാൻ പറ്റുമോ? മയ്യത്തിൻ്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടാൻ പറ്റുമോ? ആളുകളുടെ ചോദ്യമാണ്. അതെ, അതിനൊരു വിരോധവും ഇല്ല. ഒരു വിരോധവും ആ വിഷയത്തിലില്ല. മയ്യത്തിൻ്റെ ശരീരത്തിൽ സുഗന്ധം പുരട്ടാം. ചില ആളുകൾ പ്രത്യേകമായി ചില പണ്ഡിതന്മാരെ പറഞ്ഞത് കാണാം, മയ്യത്തിൻ്റെ നെറ്റിത്തടത്തും കൈകളിലും കാൽമുട്ടിലും
കാൽ വിരലുകളിലൊക്കെ പുരട്ടാൻ സുജൂദിൻ്റെ സ്ഥലങ്ങളാണ് എന്ന് അങ്ങനെയൊന്നും ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും പൊതുവെ ഹന്നിച്ചൂനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ട് പിന്നെ സുഗന്ധം അത് മയ്യത്തിൻ്റെ ശരീരത്തിൽ പുരട്ടാവുന്നതാണ്, അതിൽ ഒരു നന്മ കാണുന്നു എന്നാണ് ഹദീസ് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പം വസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞു സുഗന്ധം പുകക്കുക, അതുപോലെ തന്നെ ശരീരത്തിൽ സുഗന്ധം പുരട്ടുക, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവസാനം കർപ്പൂരം ആയി കലർത്തിയ വെള്ളം ആയിരിക്കണം ഒഴിക്കേണ്ടത്. ഇതൊക്കെ ഇതുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും മയ്യത്ത് കൊണ്ടുവന്ന് കഫൻ ചെയ്തു വച്ചാൽ ഇനി മയ്യത്തെടുക്കല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ പള്ളിയിലെ ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ആളുകളൊക്കെ വന്നിട്ട് ഇലാ ഹലറത്തി റൂഹ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ ഹലറത്തിലേക്ക് ഒരു ഫാത്തിഹ വിളിക്കും. എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് അവിടുന്ന് ഒരു പ്രാർത്ഥനയും. ഇങ്ങനൊരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് മയ്യത്തെടുക്കാൻ പ്രവാചകൻ സാക്ഷിയായിട്ടുണ്ട്. പ്രവാചകൻ എടുപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മകളുടെ മയ്യത്ത്, തൻ്റെ ഭാര്യയുടെ മയ്യത്ത്, തൻ്റെ മകളുടെ മകൻ്റെ മയ്യത്ത്, തൻ്റെ മക്കളുടെ മയ്യത്ത്, തൻ്റെ കൂട്ടുകാരുടെ മയ്യത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകാര്യം ചെയ്ത രീതി ഇസ്ലാമിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ എവിടെയും നമുക്ക് ഒരു ഫാത്തിഹ ഇലാ ഹലറത്ത് റൂഹ് എന്ന് പറഞ്ഞിട്ട് ആബാഇന ഉമ്മാത്തിന അതുപോലെ തന്നെ അംബിയ വൽ ഔലിയ വസ്വാലിഹി എന്നും പറഞ്ഞിട്ട് ഒരാളുടെ ഹലറത്തിലേക്കും ഒരു ഫാത്തിഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചിട്ടില്ല, ഓതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല. ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളോട് നേർക്ക് നേരെ സഹോദരങ്ങളെ നമ്മളൊന്ന് ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അന്ത്യയാത്രയിൽ നമുക്ക് ഒരു അവകാശവുമില്ലാത്ത രൂപത്തിൽ നാം ചലനമറ്റ് കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു രീതിയിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മുടെ മയ്യത്ത് കട്ടിലേറി നമ്മെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നാം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത ഒരു മാർഗവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അവസാന യാത്രയും അന്ന് എനിക്ക് പറയാൻ എൻ്റെ നാവ് ചലിക്കുകയില്ല, അന്ന് അരുതെന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞാൻ മരണപ്പെട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത ഒരു കർമ്മവും ഒരു ആചാരവും എൻ്റെ ജനാസയുടെ അടുക്കലുണ്ടാവരുത്, എൻ്റെ മയ്യത്തിൻ്റെ അടുക്കലുണ്ടാവരുത്. ഇത് സഹോദരങ്ങളെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കളോട്, നമ്മുടെ അഹലുകാരോട്, വീട്ടുകാരോട് നമ്മൾ പറയണം. ഇതൊന്ന് ഉറപ്പിക്കുകയും വേണം നമ്മുടെ നാട്ടിലുള്ള ഉസ്താദിനോട്. അല്ല ഉസ്താദെ, മരണപ്പെട്ട ശേഷം മയ്യത്തെടുക്കുമ്പോൾ ഒരു ഇലാ ഹലറത്ത് എന്നും പറഞ്ഞൊരു ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ടോ? അല്ല ഉസ്താദെ, ആ സമയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ട് വന്നതാണോ? നബി ചെയ്തിട്ടുണ്ടോ? ദീൻ പഠിപ്പിക്കേണ്ടത് വഹി ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ഇല്ല. ഒരു ഉസ്താദിനും അള്ളാഹിൻ്റെ ഭൂമി ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അത്തരം ഒരു ചര്യ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എന്തേ? അത് ഇല്ലാത്തത് കൊണ്ടാണ്. അവർ പിന്നെ കാണിച്ചു തരും, ഇന്ന കിതാബിലുണ്ട്, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ട്. അവരൊക്കെ വെറുതെ പറയോ? അവരൊക്കെ പറഞ്ഞിട്ട് ഉസ്താദേ, ആ പറയുന്നതിന് എവിടെയെങ്കിലും ദീനിൽ രേഖയുണ്ടോ, തെളിവുണ്ടോ? ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും എല്ലതും പറയാൻ ഭൂമി ലോകത്ത് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ അള്ളാഹു പഠിപ്പിച്ച ദീനിൽ ബിദ്അത്തുണ്ടാകുമെന്ന് അള്ളാഹും റസൂലും തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ഫകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് പറഞ്ഞത്. ബിദ്അത്ത് ഉണ്ടാവും. എന്താ ബിദ്അത്ത്? ഇസ്ലാമിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങൾ കടന്നു വരികയും
അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ആ ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ ആചാരമാണ് എന്ന് വിചാരിച്ച് ആചരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത്തരം ബിദ്അത്തുകൾ ഉണ്ടാകും. ആ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിന്ന് സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യതയും അവൻ്റെ ധർമ്മവും. അള്ളാഹു ആ രൂപത്തിൽ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാനും മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കൃത്യമായ അറിവോടുകൂടെയായിരിക്കണം നമ്മൾ നമ്മുടെ മയ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ അടുത്ത ആളുകളുടെയൊക്കെ മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ്റെ ചോദ്യം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വന്നത്, സഹോദരിമാരുടെ മയ്യത്തിന് നമസ്കാര കുപ്പായം ധരിപ്പിക്കേണ്ടതുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ, നമ്മുടെ നാടുകളത് കാണുന്നു എന്നാണ്. വസ്ത്രം നമ്മൾ പറഞ്ഞല്ലോ, സഹോദരിമാർക്ക് 5 വസ്ത്രത്തിൽ കഫൻ പുടവയും പുരുഷന്മാരാണെങ്കിൽ അവർക്ക് 3 വസ്ത്രത്തിലാണ്. അത് 3 വസ്ത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, മുഴുവനായി മൂടാൻ പറ്റുന്ന 3 തുണികളില്ല എങ്കിൽ ഒരു ഷർട്ടും ഒരു തുണിയും, പിന്നെ മൂടി പുതക്കാൻ ശരീരമാസകലം മൂടാൻ പറ്റുന്ന ഒരു തുണിയും, അത് മതി 3 വസ്ത്രമായി. ഇതുപോലെ സഹോദരിമാർക്കും പിന്നെ ഒരു തുണിയും, അതുപോലെ തന്നെ അവരുടെ ഹിമാർ മുഖമക്കനയും ശരീരത്തിന് മേൽഭാഗത്തിടുന്ന ഒരു വസ്ത്രവും, പിന്നെ 2 ഒന്നായിട്ട് മൂടി പുതക്ക് 2 തുണികളും, ഈ രൂപത്തിലും ആയാലും മതി. എന്നാൽ നമസ്കാര കുപ്പായം ധരിപ്പിച്ചു, ഒരു വിരോധവുമില്ല. ഒരു വലിയ നമസ്കാര കുപ്പായം ധരിപ്പിച്ചു, ഒരു മുഖമക്കനയും ധരിപ്പിച്ചു, എന്നിട്ട് 3 തുണികളെ കൊണ്ട് ശരീരമാസകലം മൂടി പുതക്കുകയും മൂടിക്കെട്ടുകയും ചെയ്തു. ആ രൂപത്തിലാണെങ്കിലും ഒരു വിരോധവുമില്ല. അത് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിൽ, അവരെ മയ്യത്തിനെ ആദരിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഹ്സിനു, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നിങ്ങൾ മയ്യത്തിനോട് പെരുമാറേണ്ടത്. കഫൻ ചെയ്യുമ്പോഴായാലും കുളിപ്പിക്കുമ്പോഴായാലും ഒക്കെ ഏറ്റവും ഇഹ്സാനോട്, ഏറ്റവും നന്മ നിറഞ്ഞ രൂപത്തിൽ അവരോട് നമ്മൾ പെരുമാറുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാര കുപ്പായത്തിൽ ഇട്ടുകൊടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു വിരോധവുമില്ല, ഒരു വസ്ത്രമായി തന്നെ അത് പരിഗണിക്കപ്പെടും. ഇനി ഉണ്ടാകാൻ ചിലപ്പോൾ ചാൻസ് ഉള്ളത്, ഈ സഹോദരിമാരുടെ മയ്യത്താണെങ്കിൽ അത് സഹോദരിമാരുടെ മയ്യത്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ കറുത്ത ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ പർദ്ദ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, കഫൻ ചെയ്തതിന് പുറമെ പിന്നെ ഒന്ന് പുതക്കാറുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ പുതക്കേണ്ടില്ല, കഫൻ പുടവ തന്നെ മതി. ഇനി അഥവാ അങ്ങനെ ഒരാൾ പുറത്ത് ഇങ്ങനെ ഒരു കറുത്തത് സഹോദരിയുടെ മയ്യത്താൻ തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി പുതപ്പിച്ചാലും അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ കഫൻ പുടവയായിട്ട് ധരിപ്പിക്കേണ്ടത് ഒറ്റയിലായിരിക്കണം, അത് 5 ആയിരിക്കണം. ഇനി അതൊരു കുറവാണെങ്കിൽ, ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബന്ധുക്കൾ അതിന് ചെലവഴിക്കണം. അല്ലെങ്കിൽ ബന്ധുക്കളെടുക്കലും അങ്ങനെ പറയപ്പെടാവുന്ന ബന്ധുക്കളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ മഹല്ലിലെ പിന്നെ സക്കാത്ത് ഫണ്ടിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് അതിനുപയോഗിക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.